എന്താണ് അഡ്ലേഡിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. അടുത്ത ആളുവാ. നീയാണാ വന്നേ? വാ ഓടി വാ. നല്ല ഗ്രീൻ. എന്താ സംഭവം മനസ്സിലായില്ല. Dry red wine, only for now this week. Okay. This price, half price. Okay. Oh, yes. Thank you. You've been around the Barossa today, had lunch? No, heading to have lunch. Oh, not yet. Not yet. No. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹാൻഡ് ഓഫിലേക്കാണ്. ഹാൻഡ് ഓഫ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ ജർമ്മനി എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാം തന്നെ ഒരു ജർമ്മൻ വൈബായിരുന്നു. ജർമ്മൻ ഫുഡ്, ഔട്ട്ഫിറ്റ്സ്, കുറേ ഷോപ്സ് ഉണ്ട് ഇവിടുത്തെ ഒതന്റിക് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സ് എല്ലാം ഒരു ജർമ്മൻ ടച്ച് ഉള്ളതായിരുന്നു. പിന്നെ ഇവിടെ നടക്കുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് നമ്മളൊരു ചെറിയ ഗ്രാമത്തിൽ എവിടെയോ എത്തിയതുപോലെ നമുക്ക് ശരിക്കും തോന്നുമായിരുന്നു. കപ്പലിൻ്റെ ഇങ്ങനെ അവിടെ ഇതുപോലെ എന്തോ ഫെബിൾസാ എന്തോ ശരിക്കും നമുക്ക് നല്ല ടൈം പോകുമായിരുന്നു. നല്ല രസമായിരുന്നു ഓരോ ഷോപ്സും കാണാൻ. ഇത് ശരിക്കും ഒരു ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. $38 ഇതിന് 12. എവിടെയാണ് മാതാവിൻ്റെ ഫോട്ടോ? ബോട്ടിൽസ് നല്ല ഒറിജിനൽ ആയിരുന്നു. ഈ ഷോപ്പ് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളതിൽ ഒരെണ്ണമാണ്. കാരണം ഇവിടെ ഒത്തിരി ജ്വല്ലറീസും ഒക്കെ കാണാൻ കഴിഞ്ഞു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിയില്ലെങ്കിലും എനിക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലാൻഡോസ് ഒന്നും വന്നില്ല. ഞാനും അശ്വതിയുടെ അമ്മയും കൂടെയാണ് ഇതെല്ലാം കാണാൻ വേണ്ടി ചെന്നത്. ഇവിടെ ഒത്തിരി ഹോം ഡെക്കോറായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മുയലിൻ്റെ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വാങ്ങിയായിരുന്നു അവിടെ നിന്ന്. എല്ലാം അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, ഒരു ഗോൾഡൻ തുമ്പി.
ഇങ്ങനത്തെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കളക്റ്റബിൾസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇത് കണ്ടോ, ഒരു തേനീച്ച പോലത്തെ ഒരെണ്ണം. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ബാംഗിൾസ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ അതാ റിങ്സ് ഉണ്ട്, വലിയ വലിയ റിങ്സ്, ബാഗ്സ്. പിന്നെ ഇതൊക്കെ ക്യാൻഡിൽസ് ആണ്. ഇതൊക്കെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് ജാനുവരി 1 കഴിഞ്ഞിട്ടായിരുന്നു. സോ അവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ആ സമയമായതുകൊണ്ട്. പിന്നെ ഒത്തിരി ജർമ്മൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബാംഗിളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതും ഞാൻ വാങ്ങിയായിരുന്നു. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെയൊക്കെ ആ ഒരു തീമിൽ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ട്രീറ്റ് ഫുള്ളായിട്ട്. പിന്നെ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. ഫുൾ ക്രിസ്മസ് തീമിൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളല്ലേ മറ്റേ ക്രോഷ്യ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽസ് നല്ലതാട്ടോ. വെറൈറ്റി ക്യാൻഡിൽ. വെറൈറ്റി ക്യാൻഡിൽസ് ഉള്ള കട. ഒരെണ്ണം $8. പക്ഷെ 5 വാങ്ങിക്കണമെങ്കിൽ 30. നമ്മൾ മറ്റേ കോസ്കോയിൽ നിന്ന് മേടിച്ച് ഇവിടെ നിന്നാണല്ലേ ഇത് വരുന്നേ? സെയിം സോപ്പാണ്, സീ മിസ്റ്റ്. ക്രിസ്മസ് അപ്പൂപ്പനാണോ? ഈ ഒരു ഷോപ്പിൽ ഒത്തിരി നല്ല ചെസ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലോക്ക്. വേണ്ടോ, എൻജോയ് ചെയ്യുന്നുണ്ടോ? നല്ല സ്ഥലം. ആണോ? ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് വൈബ് ഉണ്ട്. അതെ. കേറി ഞാൻ ചത്തൊരു ദിവസം. കൊള്ളാല്, നല്ല നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ വരാമല്ലോ. എനിക്കിഷ്ടമാണ്. കൊള്ളാം. ഈ ആൻഡോഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സ്റ്റോറാണിത്. ഇത് ക്രിസ്മസ് ഡെക്കോസ് ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി സ്റ്റോറാണ്.
അടിപൊളി. ഇത് പൊളിച്ച്.
ആര് ചിപ്സ് കഴി. അയ്യോ, നമ്മൾ ഇത്രയും നടന്നില്ലേ? നമ്മൾ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ല ഇത്രയും ഇത്രയും നടന്നു. നടന്നത്. എനിക്കിഷ്ടമാണ് നടക്കാൻ. നീ പക്ഷെ AC. അശ്വതി, ജർമ്മനിനെ പറ്റി ഒന്ന് പറയോ? ഞാൻ ഇരിക്കുന്ന രണ്ടൊരു ജർമ്മനിയിൽ നിന്ന് വന്നേ. അപ്പോൾ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെ എങ്ങനെയായത്? ഇവിടെ ഫുൾ ഈ ജർമ്മൻ. ജർമ്മനിക്കാർക്ക് അറിയില്ലായിരിക്കും ഇവിടത്തെ പക്ഷെ അശ്വതിക്ക് അറിയാം അല്ലേ? ഈ നഗരത്തിലെ സത്യങ്ങൾ അശ്വതിക്ക് അറിയാം. പറയൂ, തുറന്നു പറയൂ. പറയങ്ങോട്ട്. പഠിച്ചു വെച്ചിട്ട് പറയാത്തെന്ത്? ഹൗസിൽ എന്താണുള്ളത്? ഇല്ല. അമ്മ ഓർക്കുന്നുണ്ടോ? ആ, പറ. കേറിയാ? അല്ല, നീ വന്നപ്പോ പറയാനായിട്ട് വൈറ്റ് ഹൗസ് പൂട്ടിയല്ലോ. നമ്മളെപ്പോ വന്നാലും പൂട്ടാറുണ്ട്. ആണോ? സ്റ്റോക്ക് നിനക്കുണ്ടോ അത്? എനിക്കും താല്പര്യമില്ല. എന്തിനാണ് അമ്മേരെ കുതിര? അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു മന്തി കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? എന്ന് പറയത്ര പാട്. തമാശയായിരുന്നു ഫുഡ്. പറ. ഫുഡ് അടിപൊളി. കഴിക്കാൻ പറ്റുന്നില്ല. ഹ്യൂജ് ക്വാണ്ടിറ്റി. ഓക്കെ.